ചട്ടമ്പി സ്വാമികൾ അധ്യായം 2. വിദ്യാഭ്യാസവും ജീവിതവൃത്തി. സന്യാസിയാകണമെന്ന മോഹം നിലനിൽക്കുമ്പോഴും തൻ്റെ കുടുംബത്തെ എങ്ങനെ പോറ്റുമെന്ന ചോദ്യം കുഞ്ഞൻ പിള്ളയുടെ മനസ്സിൽ ഉയർന്നു വന്നു. വേദാന്തം ഉപദേശിച്ചാൽ സ്വന്തം അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും വിശപ്പ് മാറ്റുവാനാവുന്നില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാനുള്ള ഉൽപ്പത്തി ക്ഷണത്വവും കുഞ്ഞൻ പിള്ളയ്ക്കുണ്ടായിരുന്നു. വിശക്കുന്ന മനുഷ്യന് മുന്നിൽ വേദം ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് കുഞ്ഞൻ പിള്ള എന്ത് ജോലി ചെയ്യുവാനും തയ്യാറായി മുന്നോട്ട് നീങ്ങി. വിജ്ഞാനദാഹം ഉള്ളിൽ പെരുകുമ്പോഴും കഠിനമായ ശാരീരിക അധ്വാനം ആവശ്യമുള്ള കൂലിപ്പണി ചെയ്യുവാനായിരുന്നു ചട്ടമ്പയുടെ നിയോഗം. ഈ കൂലിപ്പണിയെക്കുറിച്ച് അദ്ദേഹം രസകരമായ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കേരള ഭരണ സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ നിർമ്മാണ വേളയിൽ കല്ലും മണലും ചുമക്കുവാനുള്ള ഭാഗ്യം തനിക്കുണ്ടായെന്നും അതുകൊണ്ട് ഈ ഭരണസൗധത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ താനും മോശമല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ടാവുമെന്നായിരുന്നു ആ നർമ്മരസം തുളുമ്പുന്ന അഭിപ്രായം. എന്നാൽ ഈ കൂലിപ്പണിക്കാലം ഏറെ നീണ്ടു നിന്നില്ല. കൊല്ലൂർ അമ്മാവൻ എന്നറിയപ്പെട്ടിരുന്ന കൊല്ലൂർ കൃഷ്ണൻപിള്ള ഇദ്ദേഹത്തിന്റെ അർദ്ധ സഹോദരനായിരുന്നു. ചട്ടമ്പി സ്വാമികളെക്കാൾ 2 വയസ്സിന് മുതിർന്ന ആളായിരുന്നു കൊല്ലൂർ കൃഷ്ണൻപിള്ള. നെയ്യാറ്റിൻകരയിലും ഭൂതപ്പാണ്ടിയിലും ആധാരമെഴുത്തായിരുന്നു കൃഷ്ണൻപിള്ളയുടെ ജോലി. കൃഷ്ണൻപിള്ള അനുജനായ ചട്ടമ്പിയെ തനിക്കൊപ്പം ആധാരമെഴുത്തിന് കൊണ്ടുപോയി. ആധാരമെഴുത്തിന് കൃത്യമായ വരുമാനമില്ലാതായിരുന്നു. ജോലി ഉണ്ടെങ്കിൽ മാത്രമായിരുന്നു പ്രതിഫലം. സർക്കാർ ജോലി പോലെ സ്ഥിരവും അനുമാനവും ഉണ്ടായിരുന്നില്ല. ഒരു ആധാരം എഴുതിയാൽ ഒരു പണം പ്രതിഫലം. അക്കാലത്ത് നെയ്യാറ്റിൻകരയിലെ രജിസ്ട്രേഷൻ ഇൻസ്പെക്ടറായിരുന്ന ഷൺമുഖ സുന്ദരംപിള്ളയ്ക്ക് കുഞ്ഞൻ ചട്ടമ്പിയുടെ കൈപ്പട കണ്ട് വലിയ ഇഷ്ടം തോന്നി. പേര് പോലെ തന്നെ ഷൺമുഖ സുന്ദരംപിള്ള ഒരു ഷൺമുഖ ഉപകാസനായിരുന്നു. കുഞ്ഞൻ പിള്ളയും സുബ്രഹ്മണ്യ ഉപകാസകനായിരുന്നല്ലോ. കൃഷ്ണൻപിള്ളയുടെ കൂടെ ആദ്യ ദിവസം ആധാരം എഴുതിയ വകയിൽ കുഞ്ഞന് 8 പണം പ്രതിഫലം കിട്ടി. അക്കാലത്ത് ഇത് വലിയ തുകയായിരുന്നു. കിട്ടുന്ന പണം മുഴുവൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു കുഞ്ഞന്റെ പതിവ്. വേദാന്തത്തിൽ താല്പര്യമുള്ള ആളായിരുന്നു ഷൺമുഖ സുന്ദരംപിള്ള. അദ്ദേഹത്തിന് കുഞ്ഞന്റെ മനോഹരമായ കൈയെഴുത്ത് മാത്രമല്ല, ജീവിതശൈലിയും ഇഷ്ടപ്പെട്ടു. സവിശേഷമായ ഒരു സാത്വികത്വം അദ്ദേഹം ആ കൗമാരക്കാരനിൽ കണ്ടു. അതുകൊണ്ട് അദ്ദേഹം കുഞ്ഞനൊരു സൗജന്യം ചെയ്യുവാൻ തീരുമാനിച്ചു. ആധാരമെഴുത്തുണ്ടായാലും ഇല്ലെങ്കിലും കുഞ്ഞൻ പിള്ളയ്ക്ക് 8 ചക്രം രജിസ്റ്റർ ഓഫീസിൽ നിന്നും നൽകണമെന്ന് ഷൺമുഖ സുന്ദരംപിള്ളയ്ക്ക് ഉത്തരവിട്ടു. പക്ഷേ ഈ സൗജന്യം പറ്റി ആധാരം എഴുതിയിരിക്കുവാനൊന്നും കുഞ്ഞൻ പിള്ള തയ്യാറല്ലായിരുന്നു. ചില ആധാരം എഴുത്തുകാർക്ക് ചില ദിവസം ആധാരം എഴുതുവാൻ കിട്ടിയില്ലെന്ന് വരും. കുഞ്ഞൻ പിള്ളയ്ക്ക് ദിവസാവസാനം 8 ചക്രം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 2 ചക്രം എടുത്ത് ഒരു ആധാരവും എഴുതാത്ത, ഒരു കാശും കിട്ടാത്ത ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. കൊല്ലൂർ കൃഷ്ണൻപിള്ളയ്ക്ക് ചട്ടമ്പിയുടെ ഈ നടപടിയോട് ഒട്ടും താല്പര്യം തോന്നിയില്ല. അതിന് കുഞ്ഞൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു: അവരുടെ പട്ടിണി നമ്മുടെ പട്ടിണി പോലെ തന്നെയല്ലേ. എന്നിട്ട് ഗുരുത്വദോഷമില്ലാതായിരിക്കാൻ ചട്ടമ്പി ജ്യേഷ്ഠന്റെ കാലിൽ തൊട്ടുതൊഴു. ഭയമെന്നുള്ളത് കുഞ്ഞൻ പിള്ളയ്ക്ക് അന്യമായിരുന്നു. ഭൂതപ്പാണ്ടിയിൽ അധികകാലമൊന്നും കുഞ്ഞൻ പിള്ള താമസിക്കുകയുണ്ടായില്ല. അവിടെ അക്കാലത്ത് അതിശക്തമായി വീശിയിരുന്ന ഒരുതരം കാറ്റ് അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാതെയായിരുന്നു. അതിനാൽ കൃഷ്ണൻപിള്ള അനുജൻ നെയ്യാറ്റിൻകര പോയി താമസിക്കുവാനുള്ള ഏർപ്പാടുണ്ടാക്കി. തിരുവനന്തപുരത്ത് ചെന്നാൽ അനുജൻ വേദാന്തവും ഗുസ്തിയുമൊക്കെയായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്ന ഭയമാണ് കൃഷ്ണൻപിള്ളിയെ അനുജനെ നെയ്യാറ്റിൻകരയിൽ താമസിക്കുവാൻ നിർബന്ധിതനാക്കിയത്. അക്കാലത്ത് രാത്രിയിൽ ഭൂതപ്പാണ്ടിയിൽ നിന്ന് നെയ്യാറ്റിൻകര വരെ ആരും ഒറ്റയ്ക്ക് നടക്കുക പതിവില്ലായിരുന്നു. കൃഷ്ണൻപിള്ളയുടെ തടസ്സം വകവയ്ക്കാതെ കുഞ്ഞൻപിള്ള രാത്രിയിൽ ഒറ്റയ്ക്ക് നെയ്യാറ്റിൻകര വരെ നടന്നു. പിൽക്കാലത്ത് രാത്രിയിൽ യാത്ര ചെയ്യുവാനായിരുന്ന ചട്ടമ്പിക്ക് ഇഷ്ടം. ഭൂതപ്പാണ്ടിയിൽ താമസിക്കുന്ന കാലത്താണ് അദ്ദേഹം തമിഴ് ഭാഷ പഠിച്ചത്. തമിഴിലെ പല കയ്യെഴുത്ത പ്രതികളും ഇവിടെ വെച്ച് അദ്ദേഹം വായിക്കുകയുണ്ടായി. ഇത് അദ്ദേഹത്തിന്റെ സർഗധാരയെ കാര്യമായി സ്വാധീനിച്ചതായി പിൽക്കാലത്തെ അദ്ദേഹത്തിന്റെ കാവ്യ സംഭാവനകളിൽ നിന്ന് വ്യക്തമാണ്. ആധാരമെടുത്ത ജോലി വല്ലാതെ മുഷിഞ്ഞപ്പോൾ കുഞ്ഞൻപിള്ള ആധ്യാത്മിക ചിന്തകളിലേക്ക് വലയുന്നത് പോലെ കാണപ്പെട്ടു. അങ്ങനെയൊരു ജീവിതം അദ്ദേഹം സങ്കല്പിച്ചു എന്ന് വേണം കരുതാൻ. നെയ്യാറ്റിൻകരയിലും ഭൂതപ്പാണ്ടിയിലുമുള്ള ജോലി ഇനി വയ്യെന്ന് നിശ്ചയിച്ച ചട്ടമ്പി തൻ്റെ മനസ്സിനിഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും പ്രവർത്തന മേഖലയെക്കുറിച്ച് ഗൗരവത്തോടെ ആലോചിക്കുവാൻ തുടങ്ങി. മനസ്സ് ഇത്തരം ചിന്തകളിൽ അസ്വസ്ഥമായതോടെ കുഞ്ഞൻപിള്ള തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മടങ്ങി. അവിടെ കുഞ്ഞൻപിള്ളയെ സ്വാഗതം ചെയ്തത് കടുത്ത ദാരിദ്ര്യമായിരുന്നു. ഈ അവസരത്തിലാണ് കുഞ്ഞൻപിള്ള സർക്കാർ ജീവനത്തിൽ പ്രവേശിക്കുന്നത്. രാജ സർ ടി മാധവരായറായിരുന്നു അന്ന് തിരുവിതാംകൂർ ദിവാൻ. അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ പല ഭരണ പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നതിന് പുതിയൊരു സംവിധാനം കൊണ്ടുവരുവാൻ അദ്ദേഹം നിശ്ചയിച്ചു. അതിനായി കുറെ ഗുമസ്തന്മാരെ, അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കണക്കെഴുത്ത് പിള്ളന്മാരെ നിയമിക്കുവാൻ ദിവാൻ തീരുമാനിച്ചു. അതിനായി അപേക്ഷകൾ ക്ഷണിച്ചു.
അപേക്ഷകൾ പരിശോധിച്ച ശേഷം ഒരു പ്രവേശന പരീക്ഷ നടത്തുവാൻ അദ്ദേഹം നിശ്ചയിച്ചു. അവർക്കെല്ലാം കണക്കുമായി ബന്ധപ്പെട്ട അല്പം പ്രയാസമുള്ള ഓരോ ചോദ്യം നൽകുകയും പിറ്റേ ദിവസം വരുമ്പോൾ അതിൻ്റെ ഉത്തരം എഴുതി സമർപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം എല്ലാവർക്കും കണക്കിനുള്ള ശരി ഉത്തരം സമർപ്പിച്ചു. വീണ്ടും ചോദ്യങ്ങൾ നൽകിയപ്പോൾ അതിനെല്ലാം ശരിയുത്തരം അപേക്ഷകർ സമർപ്പിച്ചു. ദിവാൻ മാധവരായർക്ക് ഇതിലെവിടെയൊക്കെയോ പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ടെന്ന് സംശയം തോന്നി. ആരെങ്കിലും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുത്തിരിക്കാമെന്ന് അദ്ദേഹം സംശയിച്ചു. ദിവാൻ അപേക്ഷകരെ ഓരോരുത്തരായി വിളിച്ച് കഠിനമായ ഭാഷയിൽ അല്പം ഭീഷണി കലർത്തി ചോദ്യം ചെയ്തപ്പോൾ ആ രഹസ്യം പുറത്തു വന്നു. കുഞ്ഞൻപിള്ള ചട്ടമ്പി എന്ന ആളാണ് ഇതിനെല്ലാം ഉത്തരം പറഞ്ഞു തന്നതെന്ന് അവർ ദിവാൻജിയെ സമക്ഷം ബോധിപ്പിച്ചു. ചട്ടമ്പി കുഞ്ഞൻപിള്ളയെ തൻ്റെ മുന്നിൽ ഹാജരാക്കുവാൻ ദിവാൻ ഉത്തരവായി. ദിവാന്റെ മുന്നിൽ ഹാജരായ കുഞ്ഞൻപിള്ളയോട് താൻ നൽകുന്ന ഏത് ഗണിത പ്രശ്നത്തിനും ഉത്തരം നൽകുവാൻ കഴിയുമോ എന്ന വെല്ലുവിളി ദിവാൻ മുന്നോട്ട് വെച്ചു. ശ്രമിച്ചു നോക്കാമെന്നായിരുന്നു ചട്ടമ്പി സ്വാമിയുടെ മറുപടി. ദിവാൻ തത്സമയം ബുദ്ധിമുട്ടേറിയ ഒരു കണക്ക് ചോദ്യം ചട്ടമ്പിയുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. കൈ വിരലുകൾ കൊണ്ട് എണ്ണം പിടിച്ച് ചട്ടമ്പി പിള്ള അതിന് കൃത്യമായി ഉത്തരം നൽകി. കുഞ്ഞൻപിള്ളയുടെ ഈ പ്രകടനം ദിവാനെ അതിശയിപ്പിച്ചു എന്ന് പറയേണ്ടതില്ലല്ലോ. മാസം 4 രൂപ ശമ്പളത്തിന് കുഞ്ഞൻപിള്ള എന്ന ചട്ടമ്പി സ്വാമിയെ ദിവാൻ കണക്കെഴുത്ത് പിള്ളയായി നിയമിച്ചു. മാസാവസാനം കുഞ്ഞൻപിള്ളയ്ക്ക് രാജാ സർ മാധവരായർ നേരിട്ടെത്തി ശമ്പളം നൽകി. ആ ശമ്പളം പക്ഷേ നേരത്തെ പറഞ്ഞതിലും കൂടുതലായിരുന്നു, 10 രൂപ. അന്നത് വളരെ വലിയ സംഖ്യയായിരുന്നു. എന്നാൽ തനിക്ക് അർഹതപ്പെട്ട നേരത്തെ നിശ്ചയിക്കപ്പെട്ട ശമ്പളം മാത്രമേ തനിക്ക് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞൻപിള്ള തനിക്ക് അർഹതപ്പെടാത്ത ആ 6 രൂപ തിരിച്ചു നൽകി. 10 രൂപ മുഴുവനും വാങ്ങണമെന്ന് ദിവാൻ നിർബന്ധിച്ചുവെങ്കിലും കുഞ്ഞൻപിള്ള വഴങ്ങിയില്ല. തനിക്ക് ശമ്പളം കിട്ടിയ 4 രൂപ അദ്ദേഹം വീട്ടിലേൽപ്പിച്ചു. ത്രിവിക്രമൻ തമ്പി എന്ന് പരാക്രമിയായ ഒരു തഹസിൽദാറിന്റെ കീഴിലാണ് കുഞ്ഞൻപിള്ളയെ കണക്കെഴുത്തിന് നിയോഗിച്ചത്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ അന്നത്തെ മഹാരാജാവിന്റെ കൽപ്പനയനുസരിച്ച് അറസ്റ്റ് ചെയ്ത് നാടുകടത്തി തന്റെ പരാക്രമം തെളിയിച്ച ആളാണ് ത്രിവിക്രമൻ തമ്പി. ഒരത്യാവശ്യ ഘട്ടത്തിൽ കുഞ്ഞൻപിള്ള കുറച്ചു ദിവസത്തെ അവധിക്കായി അപേക്ഷ സമർപ്പിച്ചു. എന്നാൽ ത്രിവിക്രമൻ തമ്പി അവധി നൽകിയില്ല. തനിക്ക് എന്തായാലും അവധി കിട്ടിയേ തീരുവെന്ന് ചട്ടമ്പിപ്പിള്ള സാഠ്യം പിരിച്ചതോടെ തമ്പിയിലെ സർവാധികാരി സടകുടഞ്ഞെഴുന്നേറ്റു. നാളെ താൻ ഓഫീസിൽ വരുമ്പോൾ കണക്കെഴുത്ത് പിള്ള ഹാജരായി ഉണ്ടായിരിക്കുമെന്ന് തമ്പി ആക്രോശിച്ചു. ഞാനിനി ഇപ്പോൾ എവിടെ വന്നിരിക്കുമോ അപ്പോൾ എന്നെ നോക്കണമെന്നായിരുന്നു ചട്ടമ്പിയുടെ മറുപടി. ഈ സംവാദത്തോടെ തമ്പിയും ചട്ടമ്പിയും പിണങ്ങിപ്പിരിഞ്ഞു. ചട്ടമ്പി സ്വാമികളുടെ അവസാന ഉദ്യോഗമായിരുന്നു അത്. പിറ്റേന്ന് തന്നെ ചട്ടമ്പി ഹജൂർ കച്ചേരി വിട്ടു. ഈ കാലഘട്ടത്തിലാണ് തിരുമധുരപ്പേട്ട, അതായത് ഇന്നത്തെ പേട്ട, രാമൻപിള്ള ആശാന്റെ ഉത്സാഹത്തിൽ തിരുവനന്തപുരത്തെ സഹൃദന്മാരായ ചെറുപ്പക്കാർ ചേർന്ന് ജ്ഞാനപ്രചാകരം എന്ന പേരിൽ ഒരു സമാജം ആരംഭിക്കുന്നത്. വിജ്ഞാനദാഹികളും ജ്ഞാനാന്വേഷികളുമായ യുവാക്കൾക്ക് ഈ സമാജം ഒരു സംഗമവേദിയും അഭയകേന്ദ്രവുമായി തീർന്നു. മതപ്രബോധന സംബന്ധമായ വാദപ്രതിവാദങ്ങളും സംഗീത പാഠങ്ങളും വേദാന്ത പ്രഭാഷണങ്ങളും ഈ സമാജത്തിൽ പതിവായി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. കുഞ്ഞൻപിള്ളയും ഈ സമാജത്തിൽ ചെന്നുപറ്റി. ജോലിയിൽ നിന്ന് വിട്ടുപോയെന്നതിനാൽ കുഞ്ഞൻപിള്ളയ്ക്ക് ഇതൊരു അത്താണിയായി. പിൽക്കാലത്ത് തിരുവനന്തപുരത്തെ പേരെടുത്ത പ്രൊഫസറായിരുന്ന സുന്ദരംപിള്ള അന്നൊരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. സമാജത്തിലെ വാദപ്രതിവാദങ്ങളിൽ സുന്ദരംപിള്ള സജീവമായി പങ്കെടുത്തിരുന്നു. വിവാദങ്ങളോട് എന്നും താല്പര്യം കാണിച്ചിരുന്ന കുഞ്ഞൻപിള്ളയ്ക്ക് ഈ സമാജം ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനുള്ള ഒരു വേദിയായി തീർന്നുവെന്ന് വേണം അനുമാനിക്കാൻ. വാദപ്രതിവാദങ്ങൾക്കിടെ സുന്ദരംപിള്ളയും മറ്റും യുവ സുഹൃത്തുക്കളും ഇംഗ്ലീഷിലുള്ള തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഗ്രന്ഥകാരന്മാരെക്കുറിച്ചും പറയുമ്പോൾ കുഞ്ഞൻപിള്ള അതെല്ലാം നോട്ടുപുസ്തകത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുമായിരുന്നു. സത്സംഗമാണ് വിദ്യ അഭ്യസിക്കുവാൻ ഏറ്റവും മികച്ച ഉപാധിയെന്ന് കുഞ്ഞൻപിള്ളയ്ക്ക് അനുഭവവേദ്യമായത് ഈ സമാജത്തിലെ ചർച്ചകളിൽ നിന്നാണ്. അന്നത്തെ റെസിഡൻസി മാനേജരായിരുന്ന തൈക്കാട് അയ്യാവു സ്വാമി പണ്ഡിതനും മാന്യനുമായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടെ ജ്ഞാനപ്രചാകരത്തിൽ വന്ന് വേദാന്ത വ്യവഹാരം നടത്തിയിരുന്നു. അയ്യാവു സ്വാമിയുടെ വേദാന്തത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ സമാജത്തിൽ സമ്മേളിച്ചിരുന്ന വിചാരശീലന്മാരായ സൗഹൃദങ്ങൾക്ക് ഉന്മേഷവും ഊർജ്ജസ്വലതയും പകർന്നു. വേദാന്തത്തിന് പുറമെ അയ്യാവു സ്വാമിക്ക് ഹഠയോഗവിദ്യയും അറിയാമായിരുന്നു. ചട്ടമ്പിയെപ്പോലെ സുബ്രഹ്മണ്യ ഉപാസകൻ കൂടിയായിരുന്ന അയ്യാവു സ്വാമി ഇപ്രകാരം ഹഠയോഗിയും ഷൺമുഖോപദാസനുമായിരിക്കുന്ന അയ്യാവ സ്വാമിയുമായുള്ള സമ്പർക്കം യോഗമാർഗങ്ങൾ സഞ്ചരിക്കുന്നതിന് ചട്ടമ്പിള്ളയ്ക്ക് അവസരം നൽകി. ശ്രീനാരായണ ഗുരുവും അയ്യാവു സ്വാമിയിൽ നിന്ന് യോഗവിദ്യയെക്കുറിച്ച് ചില കാര്യങ്ങൾ പരിശീലിപ്പിച്ചെടുത്തവനായി തിരുമധുരപ്പേട്ട രാമൻപിള്ള ആശാന്റെ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്. അയ്യാവു സ്വാമിയെ സമീപിച്ച യോഗാഭ്യാസ മുറകൾ പ്രായോഗിക പരിശീലനം തനിക്ക് നൽകുമാറാകണമെന്നും കുഞ്ഞൻപിള്ള അഭ്യർത്ഥിച്ചു. അതനുസരിച്ച് അദ്ദേഹത്തിൽ നിന്നും പ്രായോഗിക പരിശീലനം ചട്ടമ്പിക്ക് ലഭിച്ചു.
തമിഴിലെ വേദചിന്താരീതിയെക്കുറിച്ചുള്ള പ്രാഥമിക ജ്ഞാനം ആർജിപ്പിക്കുവാൻ അയ്യാവു സ്വാമിയുമായുള്ള സമ്പർക്കം കുഞ്ഞൻപിള്ളയെ സഹായിച്ചു. നിരന്തരമായ യോഗാഭ്യാസം കൊണ്ട് കുഞ്ഞൻപിള്ളയ്ക്ക് നല്ല മെയ്വഴക്കം സിദ്ധിച്ചു. ഈ മെയ്വഴക്കത്തിന്റെ ഫലമായി ഏത് ആസനവും അവതരിപ്പിക്കുവാനുള്ള അനാദൃശ്യമായ പാടവം കുഞ്ഞൻപിള്ളയ്ക്ക് കൈവന്നു. ദിവസങ്ങൾ പിന്നിടുന്തോറും അതീവ ലാഘവത്തോടെ അനായാസമായി അദ്ദേഹം ആസനമുറകൾ കാണിച്ചു. യോഗവിദ്യയ്ക്ക് പുറമെ ചില തമിഴ് ഗ്രന്ഥങ്ങളും വായിച്ച് ഗുസ്തിയെക്കുറിച്ചുള്ള പല സാങ്കേതങ്ങളും അദ്ദേഹം കണ്ടെത്തിയിരുന്നു. കൊല്ലൂർ കൃഷ്ണപിള്ളയോടൊപ്പം ആധാരമെഴുത്തിയതിനായി നെയ്യാറ്റിൻകരയിലും ഭൂതപ്പാണ്ടിയിലും താമസിച്ചിരുന്ന കാലം അന്നു മുതൽ തമിഴ് ഭാഷയോടും ഗ്രന്ഥങ്ങളോടും സവിശേഷമായ ഒരു പ്രതിപത്തി കുഞ്ഞൻപിള്ളയിൽ അങ്കുരിച്ചിരുന്നു. തമിഴ് ഭാഷാ പഠനം എങ്ങനെ കൂടുതൽ ഗൗരവമാക്കി തീരാമെന്നായിരുന്നു ചട്ടമ്പി ഗാഢമായി ആലോചിച്ചത്. തമിഴിലെ തിളക്കവും പഴക്കവുമുള്ള ഗ്രന്ഥങ്ങൾ കൊടുന്തമിഴിലായിരുന്നു രചിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ആ ഗ്രന്ഥങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കെട്ടുറപ്പുള്ള വ്യാകരണ പരിജ്ഞാനം അത്യന്താപേക്ഷിതമായിരുന്നു. പരിജ്ഞാനം ആർജിമിക്കുവാനായി ഒരു തമിഴ് ഭാഷാ പണ്ഡിതന്റെ സഹായം അനിവാര്യമായിരുന്നു. അക്കാലത്ത് തിരുവനന്തപുരത്തെ തമിഴ് ഭാഷാ പണ്ഡിതനും കോളേജ് അധ്യാപകനുമായിരുന്ന സ്വാമിനാഥ ദേശികരെ ചട്ടമ്പിപ്പിള്ള തന്റെ ആഗ്രഹം അറിയിച്ചു. സ്വാമിനാഥ ദേശികരും രാമൻ പിള്ള ആശാന്റെ ജ്ഞാനപ്രചാരത്തിലെ ആഹ്ലാദകരവും വിജ്ഞാനപ്രദവുമായ സംവാദങ്ങളിൽ ചിലപ്പോഴെങ്കിലും പങ്കുകൊണ്ടിരുന്നു. ഉത്കർച്ച ശേഷുവായ യുവാവിനെ നിരാശപ്പെടുത്തുവാനുള്ള ഹൃദയശൂന്യത അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ദേശികരുടെ മഠത്തിൽ ചെന്നുകൊള്ളുവാൻ കുഞ്ഞൻപിള്ളയ്ക്ക് അനുവാദം ലഭിച്ചു. തമിഴ് വ്യാകരണത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നായ ഇലക്കണശാസ്ത്രം ദേശികൾ ചട്ടമ്പിക്ക് വിശദമായി ഉപദേശിച്ചു കൊടുത്തു. ചട്ടമ്പിയുടെ ഉജ്ജ്വലമായ പ്രതിഭയിൽ അത് തെളിഞ്ഞു നിന്നു. തമിഴിലെ ശാസ്ത്രഗ്രന്ഥങ്ങളും പുരാണങ്ങൾ, വേദാന്തം എന്നിവയിലെ പ്രൗഢഗ്രന്ഥങ്ങളും ചട്ടമ്പിയുടെ ഭൗതിക മണ്ഡലത്തെ വല്ലാതെ ആകർഷിച്ചു. ഈ ഗ്രന്ഥങ്ങളിൽ അഗാധമായ പരിജ്ഞാനം ആർജിക്കുവാൻ കുഞ്ഞൻപിള്ള ചട്ടമ്പിക്ക് അധികകാലം വേണ്ടി വന്നില്ല. ആത്മജ്ഞാനത്തെ ജ്വലിപ്പിച്ചെടുക്കുവാനും ഉത്തേജിപ്പിക്കുവാനുമുള്ള ചട്ടമ്പിയുടെ ഔത്സുക്യം ആ യുവാവിനെ സ്വാമിനാഥ ദേശികരുടെ സ്നേഹഭാജനമാക്കി തീർത്തു. ഇലക്കണവും മറ്റ് ശാസ്ത്രഗ്രന്ഥങ്ങളും വിശദമായി പാരായണം ചെയ്തതോടെ സർവ്വവിജ്ഞാനങ്ങളുടെയും പ്രഭവസ്ഥാനം തമിഴ് ഭാഷയാണെന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായി തീർന്നു. അങ്ങനെയായി ചട്ടമ്പിയുടെ മനസ്സ്. അതുകൊണ്ട് ആ ഭാഷ മനനം ചെയ്ത് കറകളഞ്ഞ വിജ്ഞാനത്തിന്റെ അമൃതം നേടിയെടുക്കുവാനായിരുന്നു ചട്ടമ്പിയുടെ അടുത്ത ശ്രമം. ഈശ്വര മഹിമയെ പ്രകീർത്തിക്കുന്ന തിരുക്കറകൾ, മഹാകാവ്യം കമ്പർ, പട്ടണത്ത് പിള്ളയാർ, നക്കീരർ തുടങ്ങിയ കവിവര്യന്മാരുടെ കാവ്യങ്ങളും അതിമനോഹരമായ ശ്രവണപീയൂഷമാകുന്നതും വ്യാഖ്യാനിക്കുവാൻ ചട്ടമ്പിക്ക് ഒട്ടും ക്ലേശം അനുഭവപ്പെട്ടില്ല. വേദാന്തത്തിന്റെ മനോജ്ഞനമായ ശീലകൾ സ്വയം ആലപിച്ച് കുഞ്ഞൻപിള്ള ചട്ടമ്പി മതിമറന്ന് തുള്ളിക്കളിച്ചിട്ടുണ്ട്. ദ്രാവിഡ തെനിമയുടെയും സംസ്കൃതത്തിന്റെയും ഭാഗഗൗരവത്തിന്റെയും ബാഹ്യ സൗന്ദര്യം അതിമനോജ്ഞമായ അന്തരംഗത്തിൽ സമ്മനിച്ചതോടെ ആ അമൂല്യ വിഭവങ്ങളുടെ കേദാരഭൂമിയായ തമിഴകത്തേക്ക് വിദ്യാഭ്യാസ ലക്ഷ്യത്തോടെ ഒരു തീർത്ഥയാത്ര നടത്തിയാൽ നല്ലതായിരിക്കുമെന്ന് കുഞ്ഞൻപിള്ളയ്ക്ക് തോന്നി. തന്റെ അഭിലാഷം ദേശീയർക്ക് മുമ്പാകെ അവതരിപ്പിച്ചു. അനുയോജ്യമായ ഒരു സാഹചര്യം ഒത്തുകിട്ടിയാൽ യഥാവിധി ആരെയെങ്കിലും കൂട്ടി തമിഴകത്തേക്ക് യാത്ര ചെയ്യുവാനുള്ള അവസരമൊഴുക്കി തരാമെന്ന് ദേശികർ ശിഷ്യനോട് പറഞ്ഞു. വൈകാതെ തന്നെ ചട്ടമ്പിക്ക് തന്റെ ആഗ്രഹം പൂർത്തിക്കുള്ള അവസരമൊരുങ്ങി. നവരാത്രി ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള വിദ്വൽ സദസ്സിൽ പങ്കുകൊള്ളുവാനായി സുഭാ ജടപാടി എന്നൊരു മഹാപണ്ഡിതൻ തിരുവനന്തപുരത്ത് വന്നു. വേദാന്ത പരാങ്കതനും അപരജ്ഞാനിയുമായ സുഭാ ജടപാടികൾ ആദ്യമായിട്ടാണ് നവരാത്രി വിദ്വൽ സദസ്സിൽ പങ്കെടുക്കുവാനെത്തിയത്. തർക്കത്തിനും വേദാന്ത പ്രഭാഷണങ്ങൾക്കുമായി മഹാവിദ്വാൻമാർ സമ്മേളിക്കുന്നത് നേരിൽ കാണുവാനും കേൾക്കുവാനും വിജ്ഞാന ജിജ്ഞാസുക്കളായ ചെറുപ്പക്കാർക്ക് അവസരം ലഭിച്ചു. സ്വാമിനാഥ ദേശികർക്കൊപ്പം വിദ്വൽ സദസ്സിന്റെ ഒരടുത്തായി കുഞ്ഞൻപിള്ളയും നിൽപ്പുണ്ടായിരുന്നു. സുബ്ബ ജടപാടിയുടെ ആകർഷമായ വാക്വിലാസവും മനോധർമ്മമായ പ്രയോഗങ്ങളിലുള്ള മികവും കുഞ്ഞൻപിള്ളയെ ഹഠാത് ആകർഷിച്ചു. സ്വാമിനാഥ ദേശികർക്ക് സുബ്ബ ജടപാടിയെ മുമ്പ് പരിചയമുണ്ടായിരുന്നു. ദേശികർ മുഖേന ചട്ടമ്പി ആ മഹാപണ്ഡിതനുമായി പരിചയപ്പെട്ടു. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ കുഞ്ഞൻപിള്ളയുടെ മേധാശക്തിയും വിനയവും എളിമയും ജടപാടിയെ ആകർഷിച്ചു. ദീർഘനേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ജടപാടിക്ക് കുഞ്ഞൻപിള്ളയോട് പുത്രനിർവേശമായ വാത്സല്യം തോന്നി. നവരാത്രി ഉത്സവം കഴിഞ്ഞ് തിരികെ പോകുവാൻ നേരം തൻ്റെ സ്വദേശമായ കല്ലടക്കുറിച്ചിയിലേക്ക് പോരുന്നു എന്ന് ആ മഹാപണ്ഡിതൻ ചട്ടമ്പിയോട് ചോദിച്ചു. ആ ചോദ്യം കേട്ടതും കുഞ്ഞൻപിള്ള കൈകൂപ്പി അദ്ദേഹത്തെ തൊഴുതു. കുഞ്ഞന്റെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ ഒഴുകിയിറങ്ങി. സ്വാമിനാഥ ദേശികരുടെ ആശീർവാദത്തോടെ കുഞ്ഞൻപിള്ള ജടപാടിക്കൊപ്പം യാത്ര തിരിച്ചു. സുബ്ബ ജടപാടികളുമായുള്ള സംഗമം ചട്ടമ്പിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവായിരുന്നു. സുബ്ബ ജടപാടി വല്ലഭർ എന്ന പേരിലാണ് ജടപാടികൾ സ്വദേശമായ കല്ലടക്കുറിച്ചിയിൽ അറിയപ്പെട്ടിരുന്നത്. ജഡാവല്ലഭർ എന്നറിയപ്പെട്ടിരുന്ന കുടുംബം ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിലെ കല്ലടക്കുറിച്ചിയിൽ എത്തിയതു മുതൽ
ദക്ഷിണേന്ത്യയിലെ പുകൾപെറ്റ പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്നു ആ സ്ഥലം. വേദം, വേദാന്തം, തർക്കം, വ്യാകരണം എന്നീ ശാസ്ത്രങ്ങളിൽ ജഡാവല്ലഭരോട് കിടപിടിക്കുന്നവൻ തക്ക പാണ്ഡിത്യമുള്ളവർ തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ല. ലൗകിക വ്യവഹാരാദികളാൽ പ്രാവീണ്യം നേടിയ പ്രഗത്ഭതീതകളായ ധാരാളം ആളുകൾ ജഡപാട്ടിയുടെ മഠത്തിൽ ഇടതടവില്ലാതെ വന്നുപോയിക്കൊണ്ടേയിരുന്നു. അധികാരവും ശാസ്ത്രീയവുമായ വാദപ്രതിവാദങ്ങൾ കൊണ്ട് സദാ മുഖരിതമായ ആ ഗ്രഹപരിസരം കുഞ്ഞൻപിള്ളയിൽ വികസിച്ചുകൊണ്ടിരുന്ന സാംസ്കാരിക പ്രതികരണങ്ങൾക്ക് വളമേകി. തമിഴിലും സംസ്കൃതത്തിലുമുള്ള എല്ലാവിധ ശാസ്ത്രങ്ങളിലും അഗാധമായ പരിജ്ഞാനം കുഞ്ഞൻ ചട്ടമ്പി നേടിയത് കല്ലടക്കുറിച്ചിയിൽ നിന്നാണ്. കല്ലടക്കുറിച്ചിയിലെ താമസമാണ് ചട്ടമ്പിയുടെ ശ്രേയസ്കരമായ ഭാവിയുടെ ശക്തമായ ആസ്തിവാരമുറപ്പിച്ചത്. സുബ്ബ ജഡപാടികളുമായി അനുയായിയായി അദ്ദേഹത്തിൻ്റെ വസതിയിൽ 4 വർഷത്തോളം താമസിച്ചപ്പോൾ തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന സഹജമായ വാസനയെ വികസിപ്പിക്കുവാൻ കുഞ്ഞൻപിള്ളയ്ക്ക് കഴിഞ്ഞു. ശിഷ്യന്റെ പ്രതിഭാജ്വാലയും വിജ്ഞാന തൃഷ്ണയും ഗുരുവിനെ സംപ്രീതനാക്കി. ഗുരുവിന് ശിഷ്യനോട് വേർപിരിവാനാവാത്ത വിധത്തിലുള്ള അടുപ്പം തോന്നി. ജഡാപാടികളുടെ മഠത്തിനടുത്തായി ഒരു മുനീശ്വരൻ യോഗനിഷ്ഠയിൽ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ശിശുക്കൾ ആർജിക്കുവാൻ കുഞ്ഞൻപിള്ളയ്ക്ക് സാധിച്ചു. തമിഴ് ശൈലിയിലുള്ള യോഗമുറകൾ കുഞ്ഞൻപിള്ള അഭ്യസിച്ചത് ആ മഹായോഗിയിൽ നിന്നായിരുന്നു. ജഡാപാടികളുടെ വസതിയിൽ താമസിക്കുമ്പോഴാണ് പല സംഗീത ഉപകരണങ്ങളിലും കുഞ്ഞൻപിള്ള പ്രാവീണ്യം നേടിയത്. കുഞ്ഞൻപിള്ളയുടെ പ്രതിഭയെ തേച്ചു മിനുക്കിയെടുത്തതിൽ ഈ കാലഘട്ടത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മുനി സമാനമായ ജഡപാടികൾ തൻ്റെ വിജ്ഞാന ഭണ്ഡാരത്തിലുണ്ടായ സിദ്ധികളും ജ്ഞാനവും ശിഷ്യന് പകർന്നു നൽകി. ഇത് കുഞ്ഞൻപിള്ള എന്ന ചട്ടമ്പി സ്വാമികളുടെ കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകി. തൻ്റെ ശിഷ്യന് പ്രതിഭയും ജ്ഞാനവും വേണ്ടുവളവും ഉണ്ടെന്നും അത് സമൂഹത്തിൻ്റെ ഉന്നമതിക്കും സാംസ്കാരിക പരിഷ്കരണത്തിനും ആവശ്യമായ ഊർജം കൊടുത്തുമെന്നും ആ ഗുരുവിന് മനസ്സിലായി. വിവിധങ്ങളമായ മേഖലയിൽ മികവ് തെളിയിച്ചിട്ടുകൊണ്ടിരുന്ന ശിഷ്യനെ ഗുരു അനുഗ്രഹിച്ചു. തൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹ ശിശുക്കളും അദ്ദേഹത്തിൻ്റെ സമ്പർക്കം പകർന്നു നൽകിയ ആത്മചൈതന്യവുമായി സാമൂഹ്യ പ്രവർത്തനത്തിന് ആവശ്യമായ ഉൾക്കരുത്തോടെയാണ് കുഞ്ഞൻപിള്ള തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. കുഞ്ഞൻപിള്ളയുടെ തിരുവനന്തപുരത്തേക്കുള്ള മടക്കയാത്രയും സംഭവ ബഹുലമായിരുന്നു. യാത്രക്കിടയിൽ അത്യാശ്രമികളായ പല സിദ്ധന്മാരെയും അദ്ദേഹം സമ്പർക്കം പുലർത്തി. അവരിൽ നിന്നെല്ലാം ശാസ്ത്രാധിഷ്ഠമായ ദാർശനിക ബോധം ആർജിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. യാത്രക്കിടയിൽ മരുത്വാമലയിലും പരിസരങ്ങളിലും കുഞ്ഞൻപിള്ള കുറച്ചുനാൾ ഏകാന്തതയാനത്തിലേർപ്പെട്ടു. ജനവാസം നന്നേ കുറഞ്ഞ ആ മലയോര പ്രദേശത്ത് ആഹാരവും ജലപാനവും ഇല്ലാതെയാണ് അദ്ദേഹം പലപ്പോഴും കഴിച്ചുകൂട്ടിയത്. ഏകാന്ത ധ്യാനത്തിൻ്റെ തീവ്രമായ അനുഭവം അദ്ദേഹത്തിന് ലഭിച്ചത് അവിടെ നിന്നായിരുന്നു. കായ്ത്തനികൾ മാത്രമായിരുന്നു അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വിശപ്പടക്കുവാൻ ലഭിച്ചിരുന്നത്. ഈ യാത്രക്കിടയിലാണ് ആത്മാനന്ദ സ്വാമികൾ എന്നറിയപ്പെട്ടിരുന്ന ഒരു സിദ്ധനെ കുഞ്ഞൻപിള്ള കണ്ടുമുട്ടിയത്. കുമാരവേലു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൗകിക നാമം. ആ സിദ്ധനിൽ നിന്നാണ് കുഞ്ഞൻപിള്ള മർമ്മവിദ്യയുടെ പ്രായോഗിക തലങ്ങൾ വൈദഗ്ധ്യമാർജിച്ചത്. ഈ യാത്രക്കിടയിൽ ഒരു തങ്ങളിൽ നിന്ന് ഇസ്ലാമിക ദർശനത്തെക്കുറിച്ചും അദ്ദേഹം മനസ്സിലാക്കിയതായി കാണുന്നു. തായി, അമ്മാൾ, ആറാം സ്വാമികൾ എന്നിവരിൽ നിന്ന് വിശിഷ്ട ഗണത്തിൽപ്പെട്ട ചില യോഗവിദ്യകൾ മനസ്സിലാക്കുവാനും കുഞ്ഞൻപിള്ളയ്ക്ക് സാധിച്ചു. വൈജ്ഞാനികമായി ഈ യാത്ര കുഞ്ഞൻപിള്ളയ്ക്കുണ്ടാക്കിയ നേട്ടങ്ങൾ കരുത്തും ഊർജവും ഉണ്ടായിരുന്നുവെങ്കിലും അത്യുന്നതമായ ഒരു ഗുരുവിനെ തനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞെങ്കിലെന്ന് കുഞ്ഞൻപിള്ള ആഗ്രഹിച്ചിരുന്നു. താൻ ആഗ്രഹിച്ചിരുന്നതുപോലെ ഒരു ഗുരുവിനെ തേടി കുഞ്ഞൻപിള്ളയ്ക്ക് ഏറെക്കാലം അലഞ്ഞു നടക്കേണ്ടതായി വന്നില്ല. വടീവീശ്വരത്തിൽ വെച്ചായിരുന്നു നിർണായകമായ ഈ സംഗമം. അവിടെ ഒരു വീട്ടിൽ അടിയന്തര സദ്യ നടക്കുന്നുണ്ടായിരുന്നു. ഊണ് കഴിഞ്ഞ് പുറത്തേക്കിട്ട ഇലകളിൽ നിന്ന് ഉച്ഛിഷ്ടം ഭക്ഷിക്കുവാൻ നായ്ക്കൾക്കൊപ്പം ഒരു വൃദ്ധനും എത്തിച്ചേർന്നു. എന്നാൽ വൃദ്ധനും നായ്ക്കളും തമ്മിൽ യാതൊരു സ്പർദ്ധയുമില്ലാതെ സാഹോദര്യത്തോടെയാണ് എച്ചിൽ തീറ്റ തുടർന്നത്. വൃദ്ധൻ ഇടയ്ക്കിടെ എച്ചിൽ വാരി പട്ടികളെ തീറ്റിയിരുന്നു. അതവിടെ കണ്ടുകൊണ്ട് നിന്ന ആൺകുട്ടികളിൽ കൗതുകമുണർത്തി. ആ കൗതുകത്തിനൊടുവിൽ അവർ നായ്ക്കളെയും വൃദ്ധനെയും കല്ലെടുത്തെറിയുവാൻ തുടങ്ങി. പക്ഷെ എത്ര കല്ലേറ് കൊണ്ടിട്ടും ആ വൃദ്ധന് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. യാതൊരു മുറുമുറുപ്പുമില്ലാതെ ആ നായ്ക്കൾ ആ യാചകനെ അനുസരിച്ചുകൊണ്ടേയിരുന്നു. വിവേകിയായ മനുഷ്യനെയും വിശേഷ ബുദ്ധിയില്ലാത്ത ജന്തുക്കളെയും സമസരപ്പെടുത്തുന്ന സവിശേഷമായ ഒരു സിദ്ധി ആ യാചകനുണ്ടെന്ന് ആ സത്യക്കെത്തിയ കുഞ്ഞൻപിള്ളയ്ക്ക് മനസ്സിലായി. കുഞ്ഞൻപിള്ള ആ വൃദ്ധനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. തന്നെ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ വൃദ്ധൻ അപ്രതീക്ഷിതമായി എച്ചിൽ തീറ്റ നിർത്തി എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. വൃദ്ധൻ വെറുമൊരു യാചകനല്ലെന്ന് അനേകം യോഗിവര്യന്മാരെ മുമ്പ് കണ്ടിട്ടുള്ള കുഞ്ഞൻപിള്ളയ്ക്ക് മനസ്സിലായിരുന്നു. ഈ മഹാത്മാവ് തൻ്റെ ഗുരു തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിച്ച ചട്ടമ്പി ആ ഭിക്ഷുവിനെ തുടർന്നു. എന്നാൽ വൃദ്ധൻ തൻ്റെ നടത്തം വേഗത്തിലാക്കി. 10-12 നാഴിക നടന്നു. കഴിഞ്ഞ ഭിക്ഷു പിന്നെ ഓടുവാൻ തുടങ്ങി. കുറേ ദൂരം ഓടിയ ശേഷം അദ്ദേഹം ഒരു കാട്ടിലേക്ക് പ്രവേശിച്ചു. ശരീരത്തിലെ ഊർജം വറ്റിവരണ്ട കുഞ്ഞൻപിള്ള ബോധരഹിതനായി വീണുപോയി.
തന്നെ പിന്തുടർന്ന യുവാവ് അസാമാന്യനല്ലെന്നും അയാളിൽ ആധ്യാത്മിക തേജസ് ജ്വലിക്കുന്നുണ്ടെന്നും ആ ഭിക്ഷു മനസ്സിലാക്കി. നിർവ്വാണ പ്രാപ്തമായ അനുഗ്രഹവും മന്ത്രോപദേശവും ലഭിക്കുവാൻ ആ യുവാവ് യോഗ്യനാണെന്ന് ആ ഭിക്ഷുവിന് തോന്നി. ബ്രഹ്മജ്ഞാനിയായ ആ ഭിക്ഷു തളർന്നു കിടക്കുന്ന കുഞ്ഞൻപിള്ളയെ താങ്ങിയെടുത്ത് യോഗാസുധയുടെ അപൂർവമായ അനുഭൂതി, ആ ഒരു തരത്തിലുള്ള രസങ്ങൾ അവനിലേക്ക് പകർന്നു. ആ യാചകന്റെ തലോടലേറ്റ് ബോധം വീണ്ടെടുത്ത കുഞ്ഞൻപിള്ള അനുപമമായ ഒരു തേജോവലയം തന്റെ മുന്നിൽ ജ്വലിച്ചു നിൽക്കുന്നത് കണ്ട് വിസ്മയിച്ചുപോയി. കരുണാമയനായ ജീവൻ മുക്തനായ ആ യോഗീവര്യൻ പ്രണവമന്ത്രം ഉപദേശിച്ചുകൊണ്ട് കുഞ്ഞൻപിള്ളയെ അനുഗ്രഹിച്ചു. ഗുരുഹൃദയത്തിൽ നിന്ന് ആർഷജ്ഞാനത്തിന്റെ കാതൽ ശിഷ്യനിലേക്ക് പകർന്നിറങ്ങിയപ്പോൾ പുതിയൊരു ആധ്യാത്മിക തേജസ് ജനിക്കുകയായിരുന്നു. ആ വേദാന്ത അന്വേഷകനിൽ ഊർജനവും ചൈതന്യവും ജനിച്ചു. മാനസിക ജീർണതകളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഭക്തിയുടെ മഹാസാഗരമായ യുവാവിന്റെ വിചാരധാരയെ നിർമ്മലമാക്കി. ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദന് വെറും കരസ്പർശനത്തിലൂടെ ആധ്യാത്മികമായ അനുഭവ ബോധ്യം വരുത്തിയതുപോലെയുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നത്. വിവേകജ്ഞാനത്തിന്റെ സൂര്യോദയം. ഇതോടുകൂടി ഈ ഒരു അധ്യായവും പൂർണ്ണമായിരിക്കുകയാണ്. അടുത്തത് ചട്ടമ്പി സ്വാമികളുടെ സന്യാസത്തിന്റെ തുടക്കത്തിന്റെ അധ്യായമാണ്. തുടരും.